സാധ്യതകളുള്ള മേഖലയാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ആശുപത്രികളുണ്ട്, അല്ലാതെയുള്ള ഈ പറയുന്ന പോലെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്ന ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷൻസും എല്ലാം ഉണ്ട്. ഇപ്പോൾ ഈ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും സ്ട്രെസ് ലെവൽ അധികമായിട്ട് ഇരിക്കുന്ന ഒരു സമയമാണ് ആഫ്റ്റർ കൊറോണ ഒക്കെ. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ യോഗ ടീച്ചർ എന്ന നിലയിൽ സ്ട്രെസ് ഫ്രീ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെയാണ് മറ്റുള്ളവരിലേക്കും ആ സ്നേഹവും സമാധാനവും എല്ലാം നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. ഇത്രയും ആളുകൾ സ്ട്രെസ്സായിട്ടിരിക്കുന്ന സമയത്ത് ആസ് എ യോഗ ടീച്ചർ അല്ലെങ്കിൽ യോഗ കരിയറിന് ഒത്തിരി സാധ്യതകളുണ്ട്. യോഗ ടീച്ചർമാർ അനുദിനം വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണല്ലോ ഇത്. ഒത്തിരി സാധ്യതകളുണ്ട്. നമുക്ക് യോഗയിൽ തന്നെ PhD വരെ പഠിക്കാൻ കഴിയും. ഇനി എല്ലാ ജില്ലയിലും ഇപ്പോൾ യോഗ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ആശുപത്രികളിൽ യോഗ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഹോമിയോ ആയിക്കോട്ടെ, അലോപ്പതി ആയിക്കോട്ടെ, ആയുർവേദം ആയിക്കോട്ടെ. ഇനി അല്ലാതെ യോഗ സെൻറ്ററുകളുണ്ട്. അല്ലാതെയുള്ള ഒരുപാട് ഹോട്ടൽസിലും ഒക്കെയും യോഗ എന്നുള്ളൊരു ഭാഗം അല്ലെങ്കിൽ യോഗ ചോദിച്ച ആളുകൾ വരുന്നു. അതുകൊണ്ട് തന്നെ ആശുപത്രികളിലും അല്ലാതെ ഹോട്ടൽസിലും ഒരുപാട് സാധ്യതകളുള്ള മേഖലയാണ് യോഗയും ആരോഗ്യവും ഒക്കെയും. യോഗ പരിശീലിപ്പിക്കുന്ന ആളിന് ആദ്യം വേണ്ടത് മുന്നിലിരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ മുന്നിലിരിക്കുന്ന നമ്മുടെ സ്റ്റുഡൻസ് നമ്മുടെ അല്ലെങ്കിൽ സ്വന്തം എന്നുള്ള ഒരു ധാരണയാണ് നമുക്ക് ആദ്യം വേണ്ടത്. അവരെല്ലാം നമ്മുടേതാണ്. നമുക്കെങ്ങനെയാണോ നമ്മുടെ ശരീരത്തെ ശ്രദ്ധിക്കുന്നത്, നമ്മുടെ മനസ്സിനെ ശ്രദ്ധിക്കുന്നത്, നമ്മുടെ സൗന്ദര്യത്തെ ശ്രദ്ധിക്കുന്നത്, അതേപോലെ മുന്നിലിരിക്കുന്ന വ്യക്തി എൻ്റേതെന്ന് കരുതി തന്നെ നമ്മളവർക്ക് യോഗ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയ, അല്ലെങ്കിൽ അവർക്ക് യോഗ അധ്യാപികയ്ക്ക് ആദ്യം വേണ്ട ഗുണം. പിന്നെ ഈ പറയുന്ന പോലെ പലതരത്തിലുള്ള പല വ്യക്തിത്വങ്ങളുള്ള പല മാനസിക അസ്വസ്ഥതകളുള്ള ആളുകളാണ് നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. അപ്പോൾ അവരെ നല്ല രീതിയിൽ ഡീൽ ചെയ്യാൻ നമുക്ക് പഠിക്കണം. ഒത്തിരി ക്ഷമയോടുകൂടി അവരുടെ അസുഖങ്ങൾ അറിഞ്ഞ് അവരുടെ സമയത്തിനനുസരിച്ച് നമുക്ക് ക്ലാസ് കൊടുക്കാനും ഒക്കെയും വേണം എന്നുള്ളതാണ്. ഒരു ക്ഷമാശീലം ഉണ്ടാവുന്നത് നല്ലതായിരിക്കും. കൂടാതെ അവരുടെ രോഗത്തെ, അവരുടെ മനസ്സിനെ നമുക്ക് അറിയാൻ കഴിയുന്നത് കൂടുതൽ സഹായിക്കാറുണ്ട്. ഈ ഗുണങ്ങളൊക്കെയും ഒരു യോഗാധ്യാപികയ്ക്ക് തീർച്ചയായും ഉണ്ടാവണം. ഈ പറഞ്ഞ പോലെ അനുദിനം നമുക്ക് ഒത്തിരി സെൻറ്റേഴ്സുകൾ ഇന്ന് മുന്നിലുണ്ട്. എല്ലാ ജില്ലകളിലും ഓരോ മൂലയിലും നമുക്കിന്ന് യോഗ മാത്രമല്ല, അങ്ങനെ പലതരത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട്. നമ്മൾ എല്ലാത്തിൻ്റെയും റിവ്യൂ എടുക്കാറുണ്ടല്ലേ. ഒരു ഡ്രസ്സ് വാങ്ങാൻ പോകുമ്പോൾ തന്നെ നമ്മൾ മുന്നേ വാങ്ങിച്ച ഒരാളോട് ചോദിക്കും അതെങ്ങനെയാണ്, ആ സാരി എങ്ങനെയുണ്ട് എന്നുള്ളത്. അതേപോലെ റിവ്യൂസ് നമ്മൾ എടുക്കണം. മുന്നേ ചെയ്തു പോയ ആൾക്കാരിൽ നിന്നും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളിൽ നിന്നും. പിന്നെ അവരുടെ ഇപ്പോൾ എല്ലാം സോഷ്യൽ മീഡിയ ആണല്ലോ. അപ്പോൾ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, ദ വേ ഓഫ് അവർ വീഡിയോസ് ഷെയർ ചെയ്തിരിക്കാം. അതെല്ലാം കാണുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. പിന്നെ ഈ പറഞ്ഞതുപോലെ ചെയ്ത് നോക്കാതെ നമുക്ക് അറിയാൻ പറ്റില്ല ആ യോഗ അധ്യാപികയ്ക്ക് എത്ര ജ്ഞാനമുണ്ട്, എത്രത്തോളം അവർക്ക് നിങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു എന്നൊക്കെ ഒരു തവണയെങ്കിലും ചേർന്ന് നോക്കുന്നത് കൊണ്ട് തെറ്റില്ലെന്ന് കരുതുന്നു. ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് അവരുടെ ക്ലാസ് സമീപിച്ച് നിങ്ങൾക്ക് തന്നെ ഒരു തീരുമാനത്തിലെത്താം. Is it good for me or not? എല്ലാ ജോലിയിലും നമുക്ക് അപ്ഡേഷൻ ആവശ്യമുള്ള പോലെ തന്നെ യോഗയിൽ അതിൽ കൂടുതൽ അപ്ഡേഷൻ ആവശ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇന്നും ഞാൻ യോഗ അധ്യാപിക എന്നതിലുപരി യോഗ സ്റ്റുഡൻ്റ് ആണ്. ഇപ്പോഴും ഞാൻ ഒത്തിരി കോഴ്സസ് ചെയ്യാറുണ്ട്. ഒത്തിരി നമുക്ക് മുന്നേ ഉള്ള ഗുരുക്കന്മാരുടെ ഓരോ യോഗ കോഴ്സസ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവരുടെ വേ ഓഫ് ടീച്ചിങ് കണ്ട് ഫോളോ ചെയ്യുന്ന ഒരുപാട് യോഗ അധ്യാപകർ ഈ ലോകത്തുടനീളമുണ്ട്. അങ്ങനെ അവരുടെ വാക്കുകളും അവരുടെ ക്ലാസ്സുകളും അവരുടെ വീഡിയോകളും ഞാൻ കാണാറുണ്ട്. പിന്നെ എനിക്കറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും രോഗങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും വരുമ്പോൾ ഞാൻ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് സെർച്ച് ചെയ്യാറുണ്ട്, അറിയാറുണ്ട്. പിന്നെ അതിലുപരി നമ്മൾ സ്വയം പരിശീലിച്ച് നേടുന്ന ഒരു അറിവുണ്ടല്ലോ. ഇപ്പോൾ ഒരു യോഗ ചെയ്യുന്നതിന് മുന്നേ നമ്മളത് ചെയ്ത് നോക്കി നമുക്ക് എന്തെല്ലാം ഗുണം കിട്ടുന്നു, അത് ആർക്കൊക്കെ ചെയ്തുകൂടാന്നൊക്കെ നമുക്കൊരു ഓൺ എക്സ്പീരിയൻസിൽ മനസ്സിലാവും. അതുകൊണ്ട് തീർച്ചയായും അപ്ഡേഷൻ കൂടുതൽ മാത്രമല്ല അനുദിനം നമുക്ക് അപ്ഡേഷൻ ആവശ്യമുണ്ട്. എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയം കൂടുതൽ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഞാൻ മാറ്റിവെക്കാറുണ്ട്.
നമ്മളെപ്പോഴും കരുതും വൈറ്റ് കോളർ ജോബിനാണ് എന്നും കൂടുതൽ നമ്മൾ സമയമിടേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ നമ്മുടെ എഫേർട്ട് ഇടേണ്ടതെന്നുള്ളത്. ഇവിടെ എനിക്കുണ്ടാകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് സമയം, ടൈം മാനേജ്മെൻ്റ് ആണ്. ഞാൻ സ്വന്തമായി തന്നെ യോഗ എടുക്കുന്നുണ്ട്. എൻ്റെ സ്വന്തം ഓൺ സ്പേസിലാണ് ഞാൻ യോഗ ചെയ്യുന്നത്, ഒരാളുടെയും അണ്ടറിലല്ല. അതുകൊണ്ട് തന്നെ രാവിലെ തുടങ്ങുന്നത് മുതൽ രാത്രി വരെ 24/7 എന്ന് പറയാം, അത്രയും അധികം സമയം ഞാൻ എൻ്റെ ഒരു യോഗ ക്ലാസ്സുകൾക്കും അതിന് അനുബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഒട്ടും എളുപ്പമല്ല നമ്മളുടെ ടൈം മാനേജ്മെൻറ്റ്. ഇതിനിടയിൽ ക്ലാസ് എടുക്കണം, അപ്ഡേഷൻ ചെയ്യണം, നമ്മുടെ ഇപ്പോൾ യോഗ പോസ്റ്ററുകൾ, റിവ്യൂസ് എടുക്കണം, എൻക്വയറീസ്, അങ്ങനെ അധിക സമയവും നമ്മൾ ഗാഡ്ജറ്റ്സിലും ലാപ്ടോപ്പിലും ഒക്കെ നമ്മൾ സമയം കണ്ടെത്തി നമ്മൾ അതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കേണ്ടി വരും. അത് വലിയൊരു വെല്ലുവിളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഏതൊരു ജോലിയിലായിക്കോട്ടെ, ഏതൊരു സർവീസിലായിക്കോട്ടെ, നമ്മളുടെ ഒരു അസറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ യോഗയിലാണെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസ് തന്നെയാണ്. അപ്പോൾ ഒരു ചെറിയ ഒരു മോശമായ റിവ്യൂ മതി അത് നമ്മളെ ബാധിക്കാനായിട്ട്. അതുകൊണ്ട് ഏറ്റവും നല്ല കമൻസ്, അതായത് ആ കമൻസ് കിട്ടാൻ വേണ്ടിയെന്നല്ല, പക്ഷെ തീർച്ചയായും ഇത്രയും എൻ്റെ 8 വർഷത്തെ യോഗ അധ്യാപന ജീവിതത്തിൽ എൻ്റെ 100% ഇടുന്നത് കൊണ്ടാവാം പോസിറ്റീവ് റിവ്യൂസ് മാത്രമാണ് എനിക്ക് ഇതുവരെയും കിട്ടിയിട്ടുള്ളത്. ഇനി മേലാൽ നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ വന്നേക്കാം. കാരണം ഈ പറഞ്ഞ പോലെ മേ ബി എൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയ എന്തെങ്കിലും വീഴ്ചയാവാം, തിരിച്ച് അവരുടെ സ്വഭാവ രീതികൾ കൊണ്ടായിരുന്നു, പലതരത്തിലുള്ള ആൾക്കാരല്ലേ. പക്ഷെ അതും തരണം ചെയ്ത് മുന്നോട്ട് പോവാനാണല്ലോ, അല്ലെങ്കിൽ മനസ്സിനെ കൈകാര്യം ചെയ്യാനുള്ള ഒരു പാഷനിലാണ്, അല്ലെങ്കിൽ ഒരു ജോലിയിലാണ് ഞാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതും നമുക്ക് മറികടന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. പോസിറ്റീവല്ല, നെഗറ്റീവ് റിവ്യൂസും വരാൻ സാധ്യത ഏറെയുള്ള ഒരു മേഖലയാണ് യോഗാധ്യ. ഒത്തിരി സാധ്യതകളുള്ള മേഖലയാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, നമുക്ക് ഒത്തിരി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ കഴിയും, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അല്ലാതെ നമുക്ക് ഒത്തിരി, ഞാനൊക്കെ ഇപ്പോൾ മുന്നേ ഗൾഫ് കൺട്രീസിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി സാധ്യതകളുണ്ട് നമുക്ക്. അപ്പോൾ കരിയറായിട്ട് തിരഞ്ഞെടുക്കുന്നവർ ആദ്യം വേണ്ടത് നിങ്ങളുടെ 100% ഇട്ട് ഇതിൽ നിൽക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ്. ഒട്ടും എളുപ്പമല്ല, പെട്ടെന്നുള്ള ഒരു വരവല്ല എൻ്റെ ഇത്. യോഗ വിത്ത് സുമിത്ര മേനോൻ എന്നുള്ള എൻ്റെ ഈ സ്ഥാപനം 8 വർഷത്തെ കഠിനാധ്വാനം തന്നെയാണ്. ആദ്യത്തെ വർഷങ്ങളിലൊക്കെ ഈ പറഞ്ഞ പോലെ സ്ട്രെസ്സൊക്കെ എന്നെയും ബാധിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഒരാളുടെയും ഒറ്റയ്ക്കല്ല ഞാൻ യോഗ തുടങ്ങിയത്, ഒരുപാട് പേരുടെ അണ്ടറിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സമയം, നമുക്ക് ഉറക്കമില്ലായ്മ പോലും ഉണ്ടായിട്ടുണ്ട്, ഭക്ഷണം ശരിയല്ലായിക. ഇനി കൂടാതെ ക്ലാസ്സിലായിക്കോട്ടെ, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ക്ലാസ് എടുക്കാൻ ഒരിക്കലും ഒരാളുടെ അണ്ടറിൽ അല്ലെങ്കിൽ ഒരു ബോസിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ സാധിക്കാറില്ല. അപ്പോൾ സ്വന്തമായി തുടങ്ങിയപ്പോൾ ഒത്തിരി സാധ്യതകളുണ്ട്. ഒരിക്കലും മണി മോട്ടീവായിട്ട് മാത്രം വന്നാൽ നമുക്ക് ഒരിക്കലും ഇവിടെ നിന്ന് ഒന്നും നേടാൻ കഴിയില്ല. അത് പണമാവട്ടെ, പ്രശസ്തിയാവട്ടെ, ഇനിയിപ്പോൾ നമുക്ക് പിള്ളേരിൽ നിന്ന്, അതായത് സ്റ്റുഡൻസിനുണ്ടാകുന്ന മാറ്റങ്ങളാവട്ടെ, അതൊന്നും സംഭവിക്കില്ല. ആദ്യം വേണ്ടത് പൂർണ്ണമായി നമ്മളെ സമർപ്പിച്ച് 100% ക്ലാസ് എടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി സാധ്യതകളുണ്ട്. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വന്ന് ഇവിടെ യോഗ എടുക്കാനൊന്നും ഒരിക്കലും സാധിക്കില്ല. അതായത് ദീർഘകാലം നമ്മൾ പരിശ്രമം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ നിലനിന്ന് പോകാൻ പറ്റുള്ളൂ. ശ്രദ്ധിക്കണം, ഇവിടെ ഇഷ്ടം പോലെ യോഗ അധ്യാപകരുണ്ട്. ആർക്കും എപ്പോൾ വേണമെങ്കിലും സമീപിക്കാവുന്ന അത്രയും തരത്തിൽ, അതായത് ഒരു വിരൽത്തുമ്പിൽ ഇപ്പോൾ നമുക്ക് യോഗ ക്ലാസ്സുകൾ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒട്ടും ഈസി അല്ല, എന്നാൽ 100% നമ്മുടെ മുന്നിൽ വരുന്ന സ്റ്റുഡൻസിനെ നമ്മുടേതെന്ന് പോലെ കരുതി നമ്മൾ ക്ലാസ് എടുത്ത് തുടങ്ങുമ്പോൾ നമുക്ക് തീർച്ചയായും എല്ലാ തരത്തിലുള്ള എല്ലാ നിറവും എല്ലാം നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് വലിയ സാധ്യതയുണ്ട്. ഏവർക്കും വരാൻ കഴിയുന്ന ഒരു മേഖലയാണ് യോഗ. അതിനൊത്തിരി കോഴ്സുകളുണ്ട്. അതിലേതാണ് ഏറ്റവും മികച്ച കോഴ്സുകൾ എന്ന് നോക്കി തിരഞ്ഞെടുക്കുക. പിന്നെ നമ്മളുടെ എക്സ്പീരിയൻസ് ആണ്. വർഷങ്ങളെടുക്കും നമുക്ക് ചില കാര്യങ്ങൾ അറിയാനും നമുക്കൊരു യോഗ പോസ്റ്ററിലേക്ക് എത്താനും. ഒത്തിരി സാധ്യതയുണ്ട്. നിങ്ങൾക്കും തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും നല്ല ജോലി തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞതുപോലെ ഒട്ടും എളുപ്പമല്ല, അധ്വാനിക്കേണ്ടതുണ്ട്. വളരെ സംതൃപ്തിയിലല്ലേ ഞാനൊക്കെ ഇരിക്കുന്നത്. അതായത് ഈ പറഞ്ഞ പോലെ നമ്മൾ യോഗ ചെയ്തു തുടങ്ങുമ്പോൾ നമുക്കുണ്ടാവുന്ന മാറ്റം, ആദ്യം ഞാനൊരു യോഗാധ്യാപിക ആയിട്ടല്ല വന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ യോഗയിലേക്ക് എത്തുന്നത്, ഒരു 8 കൊല്ലം മുന്നേ.
അന്നൊരു 3 ദിവസത്തെ യോഗ കോഴ്സിലൂടെ എന്നിലുണ്ടായ മാറ്റങ്ങൾ, പിന്നീടാണ് ഞാൻ ഇതിലേക്ക് പൂർണ്ണമായും ഇറങ്ങിത്തിരിക്കുന്നത്. വീണ്ടും പല പല കോഴ്സുകൾ ചെയ്തു, മെൻ്റലി ഫിറ്റാവാൻ. അതായത് ഒന്നിനും നമുക്ക് സുഖം തരില്ല. നമ്മുടെ മനസ്സിനെ ശ്രദ്ധിക്കുമ്പോൾ, നമ്മുടെ ശരീരത്തെ ശ്രദ്ധിക്കുമ്പോൾ, ആർക്കാണ് നല്ല ഒത്ത ശരീരം, ഒരു ഫിറ്റ് ബോഡി ആഗ്രഹിക്കാത്തത്, അല്ലെങ്കിൽ സംതൃപ്തിയോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനോ ഒക്കെ ആഗ്രഹിക്കാത്തത്? ആ യോഗ അല്ലെങ്കിൽ ഇതിലേക്ക് വന്നപ്പോൾ എനിക്ക് പൂർണ്ണമായും കിട്ടുന്നുണ്ട്. വളരെ സംതൃപ്തിയാണ്. നമ്മൾ മാത്രമല്ല, അറിയാലോ, ഒരു ആരോഗ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ശാരീരിക ആരോഗ്യം മാത്രമല്ല, മനസ്സിൻ്റെ ആരോഗ്യം, സോഷ്യൽ വെൽബീയിങ്. നമ്മൾ മാത്രം ആരോഗ്യത്തോടെ ഇരുന്നാൽ കാര്യമില്ലല്ലോ. നമുക്ക് ചുറ്റുമുള്ളവരും ആരോഗ്യമായിട്ട് ഇരിക്കുമ്പോഴേ നമുക്ക് സുഗമമായി ഈ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഈ ലോകത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ, നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ സംതൃപ്തി ലഭിക്കുന്ന ഒരു ജോലിയാണ്, അല്ലെങ്കിൽ ഒരു പാഷനാണ് എൻ്റെ യോഗ എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ആളുകൾ വരുന്നു, ടീച്ചറെ എനിക്ക് ഇങ്ങനത്തെ പ്രശ്നം മാറി, ഇപ്പം ഞാൻ ഇത്ര കിലോ വെയിറ്റ് കുറഞ്ഞു, മുന്നത്തേതുപോലെയല്ല, ഞാനിപ്പോൾ സന്തോഷിക്കാൻ തുടങ്ങി, ഞാൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി. ഇതെല്ലാം യോഗ എടുക്കുന്ന ഏതൊരു അധ്യാപകർക്കും കേൾക്കാൻ കഴിയുന്ന റിവ്യൂസാണ്. നമ്മുടെ മുന്നിലുള്ള ഇരിക്കുന്ന ആൾക്ക്, അല്ലെങ്കിൽ നമ്മൾ കാരണം, നമ്മളൊരു നിമിത്തമാവാം. ആ നിമിത്തം കൊണ്ട് അവരുടെ ജീവിതമേ മാറി മറിഞ്ഞ ഒരുപാട് കഥകൾ എനിക്കും പറയാനുണ്ട്. അതിലും വലിയ സന്തോഷം വേറെ എന്താണ്? പൂർണ്ണ സംതൃപ്തിയാണ്.